കലോത്സവത്തിനിടെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ കുസാറ്റ് സിൻഡിക്കേറ്റ് അംഗം പി.കെ. ബേബിക്കെതിരെ ആഭ്യന്തര പരാതി പരിഹാര സമിതി അന്വേഷണം തുടങ്ങി. സമ്മർദ്ദം ചെലുത്തി പരാതി ഇല്ലാതാക്കാൻ ശ്രമം നടന്നു എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. പി.കെ. ബേബിയെ സിൻഡിക്കേറ്റിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണറെ സമീപിക്കാനൊരുങ്ങുകയാണ് ഒരു വിഭാഗം ജീവനക്കാർ. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട സമിതിയുടെ ഡയറക്ടറാണ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ പ്രതിയായിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് പി.കെ. ബേബിക്കെതിരെ പരാതി ഉയരുന്നത്. കുസാറ്റിൽ വെച്ച് നടന്ന കലോത്സവത്തിനിടെ ഗ്രീൻ റൂമിൽ വെച്ച് വിദ്യാർത്ഥിനിയെ അപമാനിച്ചുവെന്നായിരുന്നു പരാതി. എന്നാൽ ഔദ്യോഗികമായി പരാതി നൽകാതെ സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നിരുന്നു. പാർട്ടി തലത്തിൽ പി.കെ. ബേബിക്കെതിരെ നടപടികളൊന്നും ഉണ്ടാകാതിരുന്നതോടെയാണ് ഇടതുപക്ഷ അനുകൂല സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥിനി രേഖാമൂലം പരാതി നൽകിയത്. നിലവിൽ പി.കെ. ബേബിക്കെതിരെ കളമശ്ശേരി പോലീസും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര പരാതി പരിഹാര സമിതി പി.കെ. ബേബിക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ആരോപണ വിധേയൻ സിൻഡിക്കേറ്റ് മെമ്പറും സ്റ്റുഡന്റ് വെൽഫെയർ കമ്മിറ്റി ഡയറക്ടറുമായി തുടർന്നാൽ പരാതിയിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന ആശങ്കയും ശക്തമാണ്. തുടർ നടപടികൾ എന്നുള്ള രീതിയിൽ ഗവർണർക്ക് ഞങ്ങൾ പരാതി കൊടുക്കുകയും ഗവർണറോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ തീർച്ചയായിട്ടും സിൻഡിക്കേറ്റിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും അതുപോലെ തന്നെ യൂത്ത് വെൽഫെയർ ഡയറക്ടർഷിപ്പിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തി മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ഗവർണറോട് ആവശ്യപ്പെടാനുള്ളത്. കുസാറ്റ് വൈസ് ചാൻസലർ അടക്കം ഈ കേസിൽ മൗനം പാലിക്കുകയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. പി.കെ. ബേബിക്കെതിരെ നടപടി ഉണ്ടായില്ല എങ്കിൽ ഗവർണറെ നേരിൽ കണ്ട് പരാതി നൽകാനാണ് ഒരു വിഭാഗം ജീവനക്കാരുടെ തീരുമാനം. 24 കൊച്ചി.